അങ്ങനെ മോളുടെ കല്യാണം ഇന്ന് കഴിയും. അച്ഛൻ്റെ പകുതി ഭാരം ഒഴിഞ്ഞു. കൂട്ടത്തിൽ ഒരു കിഡ്നിയും. കല്യാണത്തിനൊക്കെ ഇപ്പൊ എന്താ ചെലവ്. ഓരോ ദിവസം കഴിയും തോറും സ്വർണത്തിന്റെ വില കൂടി വരുവാ. എന്തായാലും പറ്റാവുന്നത്ര സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തതുകൊണ്ട് കല്യാണം ആർഭാടമായി നടന്നു. പിന്നെ ഇനിയേ മറ്റേ കിഡ്നി സൂക്ഷിക്കണം. നമുക്കിനി ഒരു മകളും കൂടി ഉള്ളതാണ്. അയ്യടാ, അത് നിന്റെ കിഡ്നി കൊടുത്താ മതി. മൂത്ത മകളുടെ കല്യാണത്തിന് ഞാൻ കിഡ്നി കൊടുത്തു എങ്കിൽ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന് നീയല്ലേ കിഡ്നി കൊടുക്കേണ്ടത്? അതല്ലേ സമത്വം? എന്നാലും ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവളെ നിർബന്ധിക്കേണ്ടായിരുന്നു. കുടുംബമഹിമ ഉള്ളവർ അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് നിൽക്കില്ല. പ്രേമിക്കുന്നവരെ പിരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിയാലേ കുടുംബമഹിമ കിട്ടൂ. നമ്മുടെ മകൾ പ്രേമിച്ച ചെറുക്കനെ അവനിൽ നിന്നും പിരിച്ച് കഷ്ടപ്പെട്ട് കിഡ്നി വിറ്റ് അവൾക്കിഷ്ടമില്ലാത്ത കല്യാണം സ്ത്രീധനം കൊടുത്ത് നടത്തുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുകൊണ്ടല്ലോ, അതൊരു നല്ല അപ്പന് മാത്രമേ മനസ്സിലാവൂ. നമ്മുടെ മോക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, അവന് സർക്കാർ ജോലിയുണ്ടല്ലോ, പിന്നെ പൈസയുണ്ട്. അമ്മേ, ഇങ്ങനെ ഇല്ലാത്ത കാശുണ്ടാക്കി അച്ഛന്റെ കിഡ്നി വിറ്റ് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നില്ലേ ഞാൻ സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കുന്നത്? അവനാണെങ്കിൽ നമ്മുടെ സ്വത്തൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാലേ പിന്നെ നമ്മുടെ കുടുംബമഹിമ എവിടെ പോവും? ഇതാവുമ്പോഴേ നിന്റെ ഇഷ്ടം നടന്നില്ലെങ്കിൽ എന്താ, നീ സമൂഹത്തിലൊരു കുലസ്ത്രീയായി മാറില്ലേ? പിന്നെ ഇങ്ങനെ കുടുംബമഹിമ കാണിച്ചില്ലായിരുന്നേലേ അച്ഛന്റെ കിഡ്നിയെ വയറ്റിനകത്തേനെ ഇരുന്നേനെ. മോളെ, പുതിയ വീട്ടിൽ ചെന്ന് കയറുകയാണ്. അവ എന്ത് പറഞ്ഞാലും നീ സഹിക്കണം. അടുത്ത ഒരു 2 വർഷത്തേക്ക് നീ ഇങ്ങോട്ട് താമസിക്കാൻ വരരുത്. അതെന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് എന്റെ വീട്ടിൽ വന്നൂടെ? മോളെ, കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നീ വീട്ടിൽ വന്നു കഴിഞ്ഞാ ആൾക്കാരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഞാൻ എന്റെ വീട്ടിൽ വരുന്നതിന് ഞാൻ എന്തിനാണ് ആളുകളെ പറ്റി ചിന്തിക്കുന്നത്? മോളെ, അങ്ങനെ പറയരുത്. ആളുകളെ പറ്റി ചിന്തിച്ചത് കൊണ്ടല്ലേ നിന്റെ കല്യാണം നടത്തി തന്നത്. അതുകൊണ്ട് എന്ത് നേടി? തെക്കേലെ സുധാരൻ അങ്കിളും വിമല ആന്റിയും എല്ലാവരും കല്യാണത്തിന്റെ വലിപ്പത്തിൽ അസൂയപ്പെട്ട് സദ്യക്ക് കുറ്റം പറഞ്ഞങ്ങ് പോവും. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ സ്നേഹിച്ച പുരുഷനെയാ. മോളെ, കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് കെട്ടിച്ചത്. ഏറ്റവും നല്ല സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അതല്ലാതെ ഏറ്റവും നല്ല ചെറുക്കനൊന്നും അല്ലല്ലോ. മോളെ, അതും ഇതും പറഞ്ഞു നിൽക്കാതെ സന്തോഷത്തോടെ പോ. അത് കൊള്ളാം. എന്റെ സന്തോഷം മുഴുവൻ കെടുത്തി കളഞ്ഞിട്ട് ഞാനിപ്പോ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലേ? അച്ഛൻ കിഡ്നിയുടെ കൂടെ തലച്ചോറും വിറ്റുവെന്നാ തോന്നുന്നേ. മോളെ, നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം സമ്പാദിച്ചു വെച്ചിരുന്നു. പെട്ടെന്ന് അവനൊരു കാറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാ കിഡ്നി കൊടുത്തത്. നന്നായി. നീ വെറുതെ ടെൻഷൻ ആവണ്ട. നിന്റെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അവന്റെ വരുമാനം ഒരിക്കലും നിൽക്കില്ല. ഇനി അവൻ ചത്തുപോയാൽ പോലും മോക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞ് മോക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിച്ചുകൂടെ? മാത്രവുമല്ല, ഇനി അഥവാ ഡൈവോഴ്സ് ആവുകയാണെങ്കിൽ കുടുംബ കോടതിയിലിട്ട് അവനെ പൊരിച്ചടിച്ച് നമുക്ക് നല്ലൊരു നഷ്ടപരിഹാരം വാങ്ങണം. ഈശ്വരാ, ഞാൻ എങ്ങനെ ഈ വീട്ടിൽ വന്ന് ജനിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല. എന്തായാലും നന്നായി. കിട്ടിയത് സ്വർഗം അല്ലെങ്കിലും നരകം ആവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. തഥാസ്തു. താങ്ക് യു. അവള് പടിയിറങ്ങിപ്പോയി. ഇനി അടുത്ത ആളെ കൂടി നല്ല കാശുണ്ടാക്കി പടിയിറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് പിന്നെ ചിൽ ചെയ്യാം. അല്ല, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല. നീ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ നീ എന്നെ കല്യാണം കഴിച്ചത്? അയ്യടാ, 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, നന്നായി. എന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. അപ്പോ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഉള്ളതുകൊണ്ട് ഓണം പോലെ. നമ്മുടെ ദേവു ജനിച്ച ശേഷം എന്റെ കൂടെ പഠിച്ച വിജയകുമാറിന്റെ കല്യാണത്തിന് പോയത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആ കാലഘട്ടത്തിലും ബെസ്റ്റികൾ ഉണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിച്ചപ്പോഴാ എന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടായത്. എടി, അതേ വിജയകുമാറിന്റെ മോനെ കൊണ്ടല്ലേ നീ ഇപ്പൊ നമ്മളെ മോളെ കെട്ടിച്ചത്? അതെ, എനിക്ക് പിറക്കാതെ പോയ മകളെന്ന് അവൻ എപ്പോഴും നമ്മുടെ ദേവുവിനെ പറ്റി പറയുമായിരുന്നു. ഇപ്പോ മകളായില്ലെങ്കിലും അവന്റെ മരുമകളായല്ലോ. എടി, നീ എനിക്കിട്ട് തന്നെ പണിഞ്ഞല്ലോ. ലോകം ഉണ്ടായ കാലം മുതൽ അങ്ങനെയാണ്. ലോകത്ത് ഒരു പെണ്ണിനെയും ഇഷ്ടപ്പെട്ട പുരുഷനോടൊത്ത് ജീവിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല. പകരം ഇല്ലാത്ത കാശുണ്ടാക്കി പെൺമക്കൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിക്കൊടുത്ത് അന്തസ് കാണിക്കും. പണ്ടതെന്റെ അമ്മയും അച്ഛനും എന്നോട് കാണിച്ചു. ഇപ്പോ ഞാനും നിങ്ങളും കൂടെ ചേർന്ന് നമ്മുടെ മോളോട് കാണിക്കുന്നു. അത്ര തന്നെ. പിന്നണിയിൽ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, സൗമ്യ ജേവി. രചന ആശിഷ് മോഹൻദാസ്.